വയനാട് പുൽപ്പള്ളിയിൽ ഭീതി വിതച്ച കടുവയെ ലൊക്കേറ്റ് ചെയ്ത് വനംവകുപ്പ്. ആടിക്കൊല്ലിക്ക് സമീപമുള്ള കമുകിൻ തോട്ടത്തിലാണ് കടുവയുള്ളതെന്ന് സ്ഥിരീകരിച്ചു. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ്. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട ദൌത്യത്തിനിടയിലും പ്രദേശത്ത് കടുവ ആക്രമണമുണ്ടായി. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മോഹൻ, കടുവ എവിടെയാണെന്ന് കണ്ടെത്തി. ഇനിയിപ്പോൾ കടുവയെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വേഗം വയ്ക്കുന്നുണ്ടോ? കൂടൊരുക്കി കാത്തിരിക്കുന്നുവെന്നാണല്ലോ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പറഞ്ഞത്. സുജയ പാർവതി, രാവിലെയാണ് കടുവയെ ലൊക്കേറ്റ് ചെയ്തത്. അത് ഈ ആടിക്കൊല്ലി വെള്ളക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കമുകിൻ തോട്ടത്തിന് സമീപത്ത് അവിടെ ഒരു പ്രദേശവാസി രാവിലെ പശുവിന് പുല്ലരിയാനായി എത്തിയ സമയത്താണ് ഈ കടുവയെ കണ്ടത്. പിന്നീട് വനംവകുപ്പ് ജീവനക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് മയക്കുവെടി സംഘവും ആറാട്ടി ടീമും ഈ പ്രദേശത്തെത്തി ഇവിടെ പരിശോധന നടത്തി. അതിനിടയിൽ കടുവ ഇവിടെ നിന്ന് കുറച്ച് അകലേക്ക് മാറി. അവിടെ കാപ്പി വിളവെടുപ്പിന്റെ സമയമാണ്. ആ പ്രദേശത്ത് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ കടുവയെ കണ്ടിരുന്നു. അവർ പിന്നീട് വനംവകുപ്പിനെ വിവരം അറിയിച്ചു. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിൽ തന്നെ അരമണിക്കൂർ കടുവ അവിടെ നിന്ന് കടന്നുപോയി എന്നാണ് വനംവകുപ്പിന് മനസ്സിലായത്. വനംവകുപ്പ് ജീവനക്കാരും ഒപ്പം മയക്കുവെടി സംഘവും കടുവയെ കണ്ടാൽ മയക്കുവെടി വെക്കാൻ സജ്ജമായി തന്നെ ഈ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കടുവ നിർത്താതെ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല, രാത്രിയിലാണ് കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് സാധിക്കുന്നത്. കാരണം വനംവകുപ്പിൻ്റെ കയ്യിലുള്ള തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ തരത്തിൽ രാത്രിയിൽ മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ കൂട്ടിലേക്ക് കയറ്റുന്നത് അസാധ്യമെന്നാണ് ഇന്നലെ രാത്രിയിലെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലായത്. അതായത് ഇന്നലെ രാത്രി കടുവ കൂടിനടുത്തു വരെ എത്തിയിരുന്നു. പക്ഷേ കൂട്ടിൽ മറ്റൊരു കടുവ നേരത്തെ കൊന്ന ഒരു ആടിനെ ഇരയായി വെച്ച് കെണിയൊരുക്കി കടുവയ്ക്കായി കാത്തിരുന്നെങ്കിലും ഈ കടുവ കൂട്ടിലേക്ക് കയറിയില്ല. അതിനിടയിലാണ് ഇന്ന് രാവിലെ വീണ്ടും കടുവയെ കണ്ടത്. കടുവ ഇപ്പോൾ നിലവിലുള്ളത് ഈ വെള്ളക്കെട്ടിന് സമീപത്തെ ആടിക്കൊല്ലി സമീപത്തുള്ള കൃഷിയിടത്തിലാണ്. ഈ കൃഷിയിടത്തിൽ വർഷങ്ങളായി ഈ അടിക്കാടുകൾ വെട്ടാത്തതിനെ തുടർന്ന് ഈ കടുവയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഏതായാലും എത്രയും വേഗം കടുവയെ ഇവിടെ നിന്ന് പിടികൂടി മാറ്റണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വനംവകുപ്പിന്റെ കൂടുതൽ സംഘം ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ 5 കൂടുകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30 ഈ സമീപത്തെ പ്രദേശത്തുള്ള ആടിക്കൊല്ലി തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള ചന്ദ്രൻ എന്നയാളുടെ വീട്ടിലെ ആടിനെ കടുവ കൊന്നിരുന്നു. ആ മേഖലയിൽ ഇന്നൊരു കൂട് വെക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇതുവരെ 5 മൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഈ ആടിന്റെ, അതായത് ഈ കന്നുകാലികളുടെ ഉടമസ്ഥർക്ക് മതിയായ നഷ്ടപരിഹാരം ഉടൻ തന്നെ ലഭ്യമാക്കും എന്നും DFO അടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കടുവയെ ഉടൻ തന്നെ പിടികൂടുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പിന്റെ ദൗത്യം മുന്നോട്ട് പോകുന്നത്. സുജയ. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തെരച്ചിൽ തുടരുന്നു. കടുവയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കടുവ എവിടെയാണ് ഉള്ളതെന്നുള്ളതിൽ ഒരു സ്ഥിരീകരണമാകുന്നു.